ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കപ്പിൾ ചലഞ്ചുമായിട്ടാണ്. ഗൈസ്, അപ്പൊ ചലഞ്ച് എന്താ വെച്ചാല് Don't say yes or no challenge. അതാണ് ഗൈസ്. അപ്പൊ ഇന്ന് എന്തായാലും ഈ ചലഞ്ചോട് കൂടി എന്തായാലും ഒരു തീരുമാനം. ഇവിടെ ആരും യെസും പറയാൻ പാടില്ല, നോയും പറയാൻ പാടില്ല. അതെ, അതേന്നും പറയാൻ പാടില്ല, അല്ലെന്നും പറയാൻ പാടില്ല. ഗൈസ്, അപ്പോ നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് 5 റൗണ്ടാണ്. 5 റൗണ്ടിലും 5 ചാൻസ് വീതം ഉണ്ടായിരിക്കും. അങ്ങനെ ടോട്ടൽ 25 ക്വസ്റ്റ്യൻ ഒരാൾക്ക് ചോദിക്കാനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കുന്നത്. അതെ, നമ്മൾ ചോദിക്കുന്നത് ഓരോ റൗണ്ടിലും 5 ക്വസ്റ്റ്യൻസ് വീതം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കുക. അതായത് നമ്മളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ചോദിക്കുന്നത്. എന്ത് വേണ്ടില്ല, നമ്മുടെ ബുദ്ധിപൂർവ്വം യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ വരുന്ന തരത്തിലുള്ള എന്ത് ക്വസ്റ്റ്യനും നമുക്ക് ചോദിക്കാം. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മൾ യേസും പറയാൻ പാടില്ല, നോയും പറയാൻ പാടില്ല, അതെന്നും പറയാൻ പാടില്ല, അല്ലെന്നും പറയാൻ പാടില്ല. അപ്പൊ അതിനിടയ്ക്ക് ഇരുത്തി നമ്മൾ ആൻസർ പറയണം. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനില് ഈവൻ യെസോ നോയോ പറഞ്ഞാല് എന്റെ സ്കോർ ബോർഡിൽ മാർക്ക് വീഴും. അതെ ഗൈസ്, അപ്പൊ എല്ലാവർക്കും സംഭവം പിടികിട്ടുന്ന നമ്മള് പ്രതീക്ഷിക്കുന്ന കാര്യം. നമ്മൾ എടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾ ചിലപ്പോ നമ്മളായിട്ട് റിലേറ്റഡ് ആയത് കാരണം ചിലപ്പോ സെയിം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു പോയേക്കാം. രണ്ടുപേരും തമ്മിൽ അറിയാതെ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഞാനാണെങ്കിൽ ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഫോണിലല്ലേ നോട്ട് ചെയ്തേക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നടക്കും. എനിക്ക് ജയിക്കണം, എനിക്ക് വേറെ ഒന്നും പറയണ്ട. ഓഹോ, ജയിച്ചാ മതി. നോക്കുന്ന കുട്ടിക്ക് ഇവിടെ സമ്മാനമുണ്ട്, ചൂരൽ കഷായം. അതെ, പക്ഷെ ഒരു കഷായം മാത്രമല്ല, എത്ര വട്ടം തോറ്റിരിക്കുന്നു അത്രയും കഷായം നമ്മൾ കൊടുക്കും. അപ്പൊ അതെ, ഞാൻ എന്റെ ഡയറിയിൽ 25 ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഓരോന്നോരോന്നായിട്ട് ചോദിക്കാൻ പോകാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മള് സ്പീഡിലായിരിക്കും ചോദിക്കുന്നത്. സ്പീഡ് ചോദിച്ചാൽ അതിനൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ടാവത്തുള്ളൂ. നിനക്ക് ട്രിപ്പ് പോകാൻ ഇഷ്ടമാണോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് തെറ്റില്ലയോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പെട്ടെന്ന് സഡൻ ആയിട്ട് ആൻസേഴ്സ് ആണ്. ഓക്കെ, നീ രാവിലെ ചോറ് കഴിച്ചോ? ഞാൻ മത്തിക്കറിയും കൂടി ചോറ് കഴിച്ചു. ഞാൻ നല്ലൊരു പാർട്ണറാണോടാ? കുഴപ്പമില്ല. അമ്പുവിന്റെ ചീര നിനക്ക് ഇഷ്ടമാണോ? സൂപ്പറാ, ഒന്നും പറയാനില്ല. നിന്റെ ഒഫീഷ്യൽ നെയിം തബു എന്നല്ലേ? എന്റെ ഒഫീഷ്യൽ നെയിം തൗഫീഖ് എന്നാണ്. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, നീ പാസ് ആയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പൊ ഞാൻ ഷാനോട് ചോദിക്കാൻ പോവാ. നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയിലേ ഇല്ല. ഓക്കെ, ഓർമ്മയിൽ ഇല്ലല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം നീ കഴിക്കാറുണ്ടോ? വല്ലപ്പോഴും. ഗുഡ്. നമ്മൾ ഡേറ്റിന് പോയപ്പോൾ ബില്ല് കൊടുത്തത് ആരാണ്? നീ അല്ലേ മോനെ? നമ്മൾ 2 പേരിൽ ആരാണ് കൂടുതൽ വഴക്കിടാറ്? വഴക്കാളി ഞാൻ തന്നെ. എന്റെ ക്വസ്റ്റ്യൻസിന് എവിടെയൊക്കെ പാളിച്ചുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. ഓ, ഡിപ്ലോമാറ്റിക്. ഗൈസ്, ഇവള് ഭയങ്കര സ്ലോ അല്ലേ പറയുന്നത്. ഞാൻ നല്ല ഫസ്റ്റ് റൗണ്ടില് ആർക്കും ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. ഇല്ല ഗൈസ്, നമ്മള് സെക്കൻഡ് റൗണ്ടില് ജസ്റ്റ് അത് ചേഞ്ച് ചെയ്യാൻ പോകും, ഒന്ന് മാറ്റി പിടിക്കാൻ പോവാ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു അടുത്ത നെക്സ്റ്റ് നീ ചോദിക്കും, അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കും, അങ്ങനെ ഷഫിൾ ചെയ്ത് ചോദിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ രണ്ടാമത്തെ റൗണ്ടാണ്. രണ്ടാമത്തെ റൗണ്ടിൽ നമ്മള് വാക്കുകൾ കൊണ്ട് അമ്മാനം ഇടാൻ പോവാണ് സുഹൃത്തുക്കളെ. നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? യെസ് എന്ന് പറഞ്ഞിരിക്കുന്നു ഗൈസ്, യെസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണോ? എന്റെ സ്കോർ ബോർഡിൽ ഒരു പോയിന്റ് വീഴുവാണ്. എന്തൊരു സുഖല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് നീ അങ്ങനെ പറഞ്ഞത് ഉദ്ദേശിച്ചേ. എനിക്ക് പോയിന്റ് വീഴുന്നതിനേക്കാൾ സന്തോഷം എന്താണെന്നറിയാമോ? ഒരു അടിക്കുള്ള വകയായല്ലോ. ഇന്ന് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? നിന്നെ കാണാൻ ഒരു ദിവസവും ഒരു കാര്യവും തോന്നത്തില്ല എന്നുള്ളതാണ് വാസ്തവം. നിന്റെ ഇഷ്ടതരം ഗ്രീൻ അല്ലേ? അല്ലാന്ന് എനിക്കറിയാലോ. നിന്റെ ഇഷ്ടം നിറം ബ്ലാക്ക് ആണെന്ന് എനിക്കറിയാലോ. ഓ ഗൈസ്, എന്താ ഞാൻ പെട്ടെന്ന് ആൻസർ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ കിട്ടാത്തത്. നമ്മുടെ ഈ റിലേഷൻഷിപ്പിൽ നീ വളരെയധികം ഹാപ്പിയാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് അങ്ങനെ വെറുതെ കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ. ഇവള് നീ ചോദിക്കും, നിന്റെ മരുമക്കളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടം ഇക്കുവിനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ നീ അത് നിഷേധിക്കോ? എനിക്ക് അവനെ ഇഷ്ടമാണ്. ഞാൻ ഇടുന്ന ഡ്രസ്സുകള് നിനക്ക് എപ്പോഴും ഇഷ്ടമാണ്. നിനക്ക് ഒരു സെൻസും ഇല്ല എന്നുള്ളതാണ് വാസ്തവം.
ജിയ ജാലേ ജാൻ ജാലേ. നീ എന്നെ ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെ ആൻസർ പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ എന്നേക്കാൾ കൂടുതൽ സംസാരിക്കാറുണ്ടോ? ആണ് എസ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇവൻ എന്നേക്കാൾ കൂടുതൽ സംസാരിക്കാറില്ല. അതാണ് സത്യം. കയ്യിൽ പോയതാട്ടോ സത്യം. ഷാനു എന്നെക്കാട്ടിലും ഒരു 10-20 മടങ്ങി കൂടുതൽ സംസാരിക്കും ഷാനു. നീ എന്നോട് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടേ ഇല്ല. ഇല്ല ഇല്ല. സോർക്കാപ്പുറത്ത് ഇങ്ങനെ വീഴുമ്പോണ്ടല്ലോ എന്തോ ഒരു സന്തോഷം അറിയില്ല. ഇല്ലെന്ന് അടി ശരിയാടാ, അടി കൊള്ളണോ ഇല്ലയോ? അയ്യോ അത് ഞങ്ങൾ ചിന്തിച്ചില്ല. നീ ഇന്ന് ഫുഡ് കഴിച്ചോ? കഴിച്ചു പറഞ്ഞ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പെട്ടേനെ. ഞാൻ നിനക്ക് നല്ലൊരു പാർട്ട്ണർ ആണോ? നീ എനിക്ക് നല്ലൊരു പാർട്ട്ണർ ആണ്. താങ്ക് യു. ഈ ക്വസ്റ്റ്യൻ ഞാനും എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാ എന്നോട് ചോദിക്കണ്ട. ഗൈസ്, അപ്പൊ നമ്മൾ എന്റെ 3ാമത്തെ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാനെന്താ ചോദിക്കുന്നത്? നീ എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. ഇടയ്ക്കൊക്കെ ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പൊ എന്നെ കൊടുക്കാൻ നോക്കിയതല്ലേ? കൊടുക്കാൻ നോക്കി. നിന്റെ ഫേവറേറ്റ് മീൻ മത്തിയല്ലേ? എന്റെ ഫേവറേറ്റ് മീൻ ചൂരയാണ്. നീ ദേഷ്യപ്പെടുമ്പോൾ കാണാൻ വളരെ ക്യൂട്ടാണ്. എന്നെ കാണാൻ നല്ല രസമായിരിക്കും. അടിപൊളി. കാർ എടുത്താലോ? വേണ്ട. ഇതിന്റെ ഒരു കാര്യം എന്താ ചുമ്മാ ഒരു കാർ എടുത്തിട്ടായിരുന്നു. ഞാൻ അടുക്കള കയറി കുക്ക് ചെയ്യുന്ന ദിവസം നിനക്ക് പേടിയുണ്ടോ? ഭയങ്കര പേടിയോ? മൊത്തം ഉപ്പായിരിക്കും. എന്റെ ഓരോരോ ചോദ്യങ്ങളായി. നിനക്ക് എന്നൊക്കെ ബുദ്ധി ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായും. സത്യം ഉണ്ടെന്ന് പറയാൻ വേണ്ടി വന്നു. എന്റെ കയ്യിൽ നിന്ന് പോയത്. എന്നെക്കാളും കൂടുതലായിട്ട് നീ ഷോപ്പ് ചെയ്യാറുണ്ട്. സത്യം. നമ്മൾ എത്ര പൊത്തി വെക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കൽ പുറത്ത് വരികയും സത്യം. എനിക്ക് വേണ്ടിട്ട് ഷോപ്പ് ചെയ്യാറില്ല. എനിക്ക് രണ്ട് മാർക്കേ ഉള്ളൂ കേസ്. എനിക്ക് ചിക്കനും ബീഫും ഇഷ്ടമാണ്. ചിക്കനും ബീഫും ഇഷ്ടമാണ് സുഹൃത്തുക്കളെ. ഷാനു, ഞാൻ എപ്പോഴും ഈ ഫോണും കുത്തിപ്പിടിച്ചിരിക്കുമ്പോൾ നിനക്ക് ദേഷ്യം വരാറുണ്ടോ? എനിക്ക് അങ്ങേറ്റം ദേഷ്യമാണ് വരുന്നത്. അങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഏസൊക്കെ പറയണല്ലോ. നീ എന്നെക്കാളും കൂടുതലായിട്ട് ദേഷ്യപ്പെടാറുണ്ട്. എനിക്ക് അങ്ങേറ്റം ദേഷ്യമാണ്. സമ്മതിച്ചത് അറിയത്തില്ല എങ്ങനെ. നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഉറപ്പായും. ഉറപ്പായെന്ന് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലല്ലേ? ഇന്ന് നമുക്ക് ചോറിനോട് തൈരോട് കൂട്ടിയാലോ? കൂട്ടാലോ. അമ്പൂന് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത് ശരിക്കോ? ഇപ്പൊ ഞാനിപ്പോ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ട? ഞാനിങ്ങനെ അനങ്ങാതെ അവിടെ ഇരുന്നോ? ഞാൻ ചോദിക്കട്ടെ, എന്തുവാടാ? നമ്മള് കൊല്ലത്ത് ബീച്ചിൽ പോയ സമയത്ത് നമുക്ക് കടല് കാണാൻ പറ്റിയോ? കടൽ എവിടുന്ന് പോയായിരുന്നു? അതെ, നമ്മള് വരുന്നെന്ന് പറഞ്ഞിട്ട് കടൽ എവിടുന്ന് പോയായിരുന്നു. ചിന്നു നിന്റെ അനിയത്തിയാണോ? അല്ല. സത്യം പറയണ്ടേ ഗൈസ്? ആണോ? അല്ല. അല്ല. ചിന്നു ഇവന്റെ ചേച്ചിയാണ്. എന്നോട് സംസാരിക്കുമ്പോ നിനക്ക് എപ്പോഴെങ്കിലും ബോറടിച്ചിട്ടുണ്ടോടി? എപ്പോഴും ബോറിങ്ങ. വല്ലപ്പോഴും എനിക്ക് ആശ്വാസം കിട്ടുന്നത് അതിവൻ കിടന്ന് ഉറങ്ങാം. അപ്പോഴും കൂർക്കം വലി. ഞാനൊരു സുന്ദരിയാണെന്ന് നീ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? ഒരിക്കലും ഇല്ല. പറ്റത്തില്ല. ഞാൻ ലാസ്റ്റ് ആയിട്ട് മേടിച്ച് തന്ന ഗിഫ്റ്റ് നിനക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ്. നീ എന്ത് ഗിഫ്റ്റ് ആയിരിക്കും മേടിച്ചത്? കള്ള പരീക്ഷ പറയൂ. അപ്പൊ ഞാൻ ചോദിക്കാൻ പോവാ, നമ്മുടെ അക്വേറിയത്തിൽ ഇപ്പൊ മോട്ടർ ഉണ്ടോ? ഇല്ല. എപ്പോഴും ഇങ്ങനെ നഗ്ന സത്യങ്ങള് വിളിച്ചു പോവരുത്. അത് അടിച്ചു പോയി. പിന്നെ എന്നാ പറയാനാ? ഇവള് ഓർബോർഡ് ഫുള്ള് നോക്കി ഇങ്ങനെ വേണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ.
ഗൈസ് അപ്പോ നമ്മുടെ ഫൈനൽ റൗണ്ട് ആണ്, അഞ്ചാമത്തെ റൗണ്ട്. ഇത് കഴിഞ്ഞ് ഇവിടെ കലാശക്കൊട്ട. നീ എന്നോട് പറയാതെ സിനിമയ്ക്ക് പോയിട്ടുണ്ടോ? ഉണ്ട്. അയ്യോ ഇല്ല. എന്തിനാ നീ പോയെ? നീ എന്തിനാ പോയി? നീ സത്യം കേസ് ഞാൻ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. പോയിട്ടില്ലെന്ന് എനിക്കറിയാം. എന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണോ ഇല്ലയോ? യെസ് 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 യെസ്. വെട്ടടി വെട്ടടി വെട്ടടി. ഓ ഒന്നെങ്കിൽ ഒന്ന് മതി. മോളെ കൺട്രോൾ. എന്ത് നീ കൺട്രോൾ ചെയ്തോ? നീ ബസ് യാത്ര ചെയ്തിട്ടുണ്ടോ? ഒരുപാട് വട്ടം. നമ്മുടെ റിലേഷൻഷിപ്പില് ഞാൻ വളരെ സീരിയസ് ആണ്. നീ യാ വിളിച്ചിട്ട് പോയതേ ഉള്ളൂ. മാമച്ചി തൊട്ടത്തടിയിൽ കളിക്കാം. നിക്കണം, ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് വരാന്ന്. ഭയങ്കര സീരിയസ് ആട്ടോ. ഞാൻ വന്നത് നീ ഭയങ്കര ലക്കിയാ. ഉറപ്പായും. സംശയമല്ലോ. നമ്മളിൽ രണ്ടുപേരില് കൂടുതലായിട്ട് ഡ്രസ് പർച്ചേസ് ചെയ്യുന്നത് നീയാണ്. അല്ല 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 നീയാണ്. അല്ല അല്ല നീയാണ്. നീ നീ നമ്മുടെ വീട്ടിൽ ലോക്കർ ഉണ്ടോ? ജോക്കർ ഉണ്ടോ? അത് നീ അത് നീ നമ്മുടെ വീട്ടിൽ ലോക്കർ ഉണ്ടോ? ലോക്കർ ലോക്കർ അലമാരിയുടെ ലോക്കർ ഉണ്ട്. എന്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കുമ്പോൾ നീ വളരെയധികം സന്തോഷവതിയാണ്. ഞാൻ ചെണ്ടക്കൊട്ടി ആഘോഷിക്കുന്നു. നമ്മൾ ഇന്നുമായിട്ട് ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഞാൻ പറയും ഇല്ലെന്ന്. ഇല്ലാന്നൊക്കെ പറഞ്ഞാ പോരാ. ഷാനു, ഇന്നലെ നമ്മൾ മേടിച്ച KFC അത് ഫുള്ള് കഴിച്ചത് നീയാണ്. അല്ല ഇവനാ കഴിച്ചു. ഗൈസ് അല്ലെന്ന് സമ്മതിച്ചു. പക്ഷെ ഇവനാ കഴിച്ചത് 12 പീസില് 13 ഞാൻ കഴിച്ചു. 8 പീസ് ഇവൻ തന്നെ കഴിച്ച്. സത്യം പറഞ്ഞാൽ ഈ ചലഞ്ച് ഭയങ്കര ഡിഫിക്കൽട്ട് ആട്ടോ. കാരണം പെട്ടെന്ന് സഡനായിട്ട് വല്ല ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ഗ്യാപ്പ് ഇട്ട് പറയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ സഡനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഭയങ്കര സങ്കടത്തിൽ എനിക്ക് ടാക്സി മേടിച്ചു. അങ്ങോട്ട് തിരിഞ്ഞു നോക്കട്ടെ. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോ പണി കിട്ടും. തിരിഞ്ഞു നോക്കിയാലും പണി കിട്ടും, ഇല്ലെങ്കിലും പണി കിട്ടും. ഷാനുവിന്റെ സ്കോർ ബോർഡിൽ 7 അത് 5 ആണ്. 5. അപ്പൊ എനിക്ക് 2 അടി കിട്ടുമല്ലോ. ഈ കുട്ടിക്ക് 5 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ കുട്ടിക്ക് 7 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ടീച്ചറെ ഞാൻ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഈ ടീച്ചറിന്റെ കൂടെ എന്ന് ക്ലാസ്സിൽ വന്ന എന്റെ ക്ലാസ്സിൽ ടീച്ചർ പഠിക്കാൻ വന്നതിന് ശേഷം എനിക്ക് മാർക്ക് ഭയങ്കര താന്താന്ന് വരും. എന്താ നടത്തില്ല. ടീച്ചർ ആദ്യം നല്ല നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല. ഇതിന്റെ നരമ്പാണ് അടി. ഇത് പെട്ടെന്ന് തീർക്കൂടെ തൊട്ടത്തടി കളിക്കും. അടിയൊക്കെ കിട്ടിയ ചെറുക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടെ മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം. അപ്പൊ ബൈ.